ചോദ്യം ഇതാണ്, തുടർഭരണം ആപത്തും. സ്മൃതി, ഇന്നിപ്പോൾ സാംസ്കാരിക ഇടതുപക്ഷം കേരളത്തിൽ ഇടതുഭരണം മടുത്തിരിക്കുന്നു. തുടർഭരണം ആപത്താണ്, ഏകാധിപത്യത്തിലേക്ക് നയിക്കും എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സച്ചിദാനന്ദൻ്റെയും സാറ ജോസഫ് ടീച്ചറിൻ്റെയും ഒക്കെ പ്രതികരണത്തിനു പിന്നാലെ തുടർഭരണം യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ മാഷ് പറയുന്നത് പോലെ അപകടമാണോ? യഥാർത്ഥത്തിൽ ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന വിഷയമല്ല. ഒന്നാമത്, തുടർഭരണം ആപത്താണ് എന്ന വാചകം ഒരു രാഷ്ട്രീയ വിമർശനമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ വിമർശനങ്ങളാകാം. രാഷ്ട്രീയ വിമർശനങ്ങൾ സച്ചി മാഷ് പലതവണ നടത്തിയിട്ടുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശാസമരത്തിൽ അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പാവപ്പെട്ട ആശമാരോട് ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് യുക്തിസഹമല്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് സിഇഒമാരുടെ രീതി സർക്കാർ സ്വീകരിക്കുകയാണെന്ന വിമർശനം നല്ല വിമർശനമാണ്. അത് നയവുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. വേറെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറെയും വിമർശനങ്ങൾ പല കാര്യങ്ങളിലായിട്ട് സച്ചി മാഷ് നടത്തിയിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ടതിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട്, ഇടതുപക്ഷം കൂടി ഹിന്ദുത്വത്തിലേക്ക് നീങ്ങിയാൽ പ്രതീക്ഷയില്ലാതാകും. പണത്തിന് വേണ്ടി എന്തിനാണ് ഇടതുപക്ഷം സന്ധി ചെയ്യുന്നത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഞാൻ വലതുപക്ഷ ആശയങ്ങൾക്കും ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിനും എതിരായിരുന്നു. ഇടതുപക്ഷം കൂടി ആ നിലപാടിലേക്ക് നീങ്ങിയാൽ നമ്മുടെ പ്രതീക്ഷകൾ മങ്ങും എന്നുള്ള അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്ന് പറയുന്ന പ്രതികരണമാണ്. അതും നല്ല വിമർശനമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി സാഹിത്യ അക്കാദമി പുസ്തകങ്ങളിലെ സർക്കാർ പരസ്യത്തിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ചെയർമാൻ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട വാചകം, അതായത് അദ്ദേഹത്തെ സാഹിത്യ അക്കാദമി ചെയർമാനാക്കുന്നത് അദ്ദേഹം ആരുടെയും മുന്നിൽ തലകുനിച്ചിട്ടല്ല. അദ്ദേഹം സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയാണല്ലോ. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന സീറ്റിലെത്തിക്കഴിഞ്ഞാൽ മൗനം അവലംബിക്കണം എന്ന ഒരു വാദത്തോടും ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്നു, സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിൽ പരസ്യം ഉൾപ്പെടുത്തിയതിൽ അത് ശരിയായ രീതിയല്ല. പരസ്യം കവറിൽ ഒഴിവാക്കി ഉൾപേജിൽ ചെറുതായി നൽകിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അതും നല്ല വിമർശനമാണ്. ഈ കെ-റെയിലിനെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കെ-റെയിൽ സർക്കാരിന്റെ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഈ പദ്ധതിയുടെ സാമ്പത്തിക വശം കൂടുതൽ നന്നായി പഠിക്കണമെന്ന് പറയുന്നു. കേരളത്തിന്റെ ലോലമായ പരിസ്ഥിതിയെ വിശേഷിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിനെയും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രകൃതി ദുരന്തങ്ങളുടെയും സന്ദർഭത്തിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി പഠിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൽ ഒരു മുൻഗണന പ്രയോറിറ്റി ആണോ എന്ന് വിനയത്തോടെ പുനരാലോചിക്കുക എന്ന വാചകം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നല്ല വിമർശനമാണ്. ഇനി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി വിമർശിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഒരു നടേശ സ്തുതി എഴുതാൻ ആലോചിച്ചു, പക്ഷേ ഗുരുവിനെക്കുറിച്ച് എഴുതിയ കൈകൊണ്ട് എങ്ങനെ എഴുതും? ആത്മോപദേശ ശതകം ചൊല്ലിയ നാവ് കൊണ്ട് എങ്ങനെ ചൊല്ലും എന്നായിരുന്നു ആ കവിത. ശക്തമാണ്, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പ്രതികരണമാണ് അത്. അപ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ വന്നു. ഇതൊക്കെ തന്നെയും നയവുമായി ബന്ധപ്പെട്ട്, അതായത് ഇടത് സർക്കാർ ഇടത് നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നൊരു സംശയം ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തെ രാഷ്ട്രീയ വിമർശനമായി കാണുന്നു. അത് സാംസ്കാരിക രംഗത്ത് പല സാഹിത്യകാരന്മാരും നിർണായകമായ ഘട്ടങ്ങളിൽ മൗനം അവലംബിക്കുകയും പുരസ്കാരങ്ങളൊക്കെ പോരുന്നൊക്കെ പോന്നോട്ടെ എന്ന് വിചാരിക്കുകയും നല്ല സ്ഥാനങ്ങൾ കിട്ടുന്നെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാമെന്ന് കരുതുകയും ചെയ്യുന്നതിന് വ്യത്യസ്തമായി ചിലരെങ്കിലും പ്രതികരിക്കുന്നു എന്നുള്ളത് നട്ടലുള്ള പ്രതികരണമായി ഞാൻ കാണുന്നു. പക്ഷേ തുടർഭരണം ആപത്താണ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള തുടർഭരണത്തെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റഷ്യയെക്കുറിച്ച് പറയുന്നു അദ്ദേഹം, റഷ്യയല്ല സോവിയറ്റ് യൂണിയനെ കുറിച്ച് പറയുന്നു. ഈ രൂപത്തിലുള്ള പഴയ കാര്യങ്ങളൊക്കെ പലതും ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായ ഉദാഹരണങ്ങളാണോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബംഗാൾ ആവർത്തിക്കും, ബംഗാൾ പോലെയാകും, ഇല്ലാതെയാകും പാർട്ടി എന്നാണ് ആശങ്കപ്പെടുന്നത്. ബംഗാൾ പോലെ ഇപ്പോൾ ഇവിടുത്തെ CPM ഇല്ലാതാകും എന്ന് പറയുമ്പോൾ ഇവിടെ തുടർഭരണം വേണ്ട എന്നുകൂടി പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മാത്രമേ ഭരണത്തിലുള്ളൂ CPM എന്നുള്ളതാണ്. അപ്പോൾ ഇവിടത്തെ ഭരണം ഇനി ലഭിക്കേയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഭരണത്തിലേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ? ഇനി ബംഗാളിൽ തുടർഭരണങ്ങൾ എപ്പോഴാണ് അത് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തി? 34 വർഷം ഭരിച്ചു അല്ലേ, 6 ടേമിൽ ഭരിച്ചു. 6 ടേമിൽ ഭരിച്ച ശേഷം എപ്പോഴാണ് ആ ഭരണം ഇല്ലാതായതെന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അത് ബംഗാളിലെ തുടർഭരണം പോലെയാണോ ഇപ്പോൾ 3ാമത് ഭരണത്തിലേക്ക് ആഗ്രഹിക്കുന്ന പിണറായി സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ എത്രത്തോളം നിൽക്കും? അത് സിംഗൂർ നന്ദിഗ്രാം വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അവിടെ പ്രശ്നമുണ്ടായി. ത്രിപുരയിലായാലും 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഭരണമില്ലാതെ ആയിരിക്കുന്നത്. അടിസ്ഥാനപരമായി ആ ഭരണത്തിലൊക്കെ തന്നെയും പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യതിചലിച്ചു എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതുണ്ടാകും. ഈ സിംഗൂർ നന്ദിഗ്രാം മാത്രമായിരിക്കില്ല. നമുക്ക് ബംഗാളിലെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്കറിയാം. വളരെ ചെറിയ സൗകര്യങ്ങളിൽ ലളിതമായ ജീവിതം നയിക്കുന്ന നമുക്ക് ഒരുപാട് നേതാക്കളെ ചൂണ്ടിക്കാണിക്കാനാകും. അതല്ല, വേറെ രൂപത്തിലേക്ക് മാറിയ നേതാക്കളെ നമ്മൾ കാണിക്കാനാകും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്നാൽ ബംഗാളിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു.
അതിൽ അവിടെ പാർട്ടി ഇല്ലാതായി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ വേഗം വെച്ചത് എന്തായാലും സിന്ദൂർ നന്ദിഗ്രാമമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ തുടർ ഭരണം എന്ന് അവരാഗ്രഹിക്കുന്നത് അധികാരത്തിൽ വരാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇനി ഈ പറയുന്ന ഇടതുപക്ഷം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നാണോ? അതെങ്ങനെ ശരിയാകും? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, നിങ്ങളിനി പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും? അതൊരു ശരിയായ രാഷ്ട്രീയ നിരീക്ഷണമായി കരുതുന്നില്ല. വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് സാഹിത്യകാരന്മാർ. അതിൻ്റെ വൈകാരികത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇല്ലാതാകും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം, യഥാർത്ഥ ഇടതുപക്ഷം ഇല്ലാതെ ആയി പോകും എന്നുള്ള ആശങ്ക ഉയരുന്നതിന് ചില ഘടകങ്ങളുണ്ട്. അതായത് ഈ തുടർഭരണം വരുമ്പോൾ ചില നേതാക്കളെങ്കിലും കാണിക്കുന്ന അഹന്തയുടെ ഭാഷ, അഹങ്കാരത്തിൻ്റെ ഭാഷ, എന്ത് ചോദിക്കുമ്പോഴും എന്ത് വിമർശനങ്ങൾ വരുമ്പോഴും ഞങ്ങളിതാ രണ്ടാമത് തിരഞ്ഞെടുത്തതല്ലേ എന്ന് ഒറ്റയടിക്ക് പറയുന്ന മറുപടി, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഉയരുന്ന വിമർശനങ്ങളെയൊക്കെ തന്നെ ഏത് രൂപത്തിൽ കാണുന്നു? ഇപ്പോൾ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നവർ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത് ഇടത് സർക്കാരിനെതിരെ വിമർശനമാണെങ്കിൽ ഉടനെ അവരെ വർഗീയ ചേരിയിലേക്ക് വിടുകയാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാറുണ്ട്. ഇനി അതല്ല, പല ഭാഷകളിലും പല വിമർശനങ്ങളും BJPയുടെ സ്വരമാണോ, അല്ലെങ്കിൽ BJPയുടെ അതേ ഭാഷയിലാണല്ലോ ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്ന് സംശയിക്കുന്നതൊക്കെ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ആശങ്കയാണ്, ഇതൊക്കെ വിമർശനമായി ഉയർത്തേണ്ടത്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇനി നിങ്ങൾ ജയിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അത് പറയാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ തുടർഭരണം, നെഹ്റുവിൻ്റെ തുടർഭരണം 17 വർഷം പ്രധാനമന്ത്രിയായി നമുക്ക് നെഹ്റു ഉണ്ടായിരുന്നു. നെഹ്റുവിനോട് തുടർഭരണം വേണ്ട എന്ന് പറയാമോ? തുടർഭരണം കൊണ്ട് അദ്ദേഹത്തിന് അഹന്ത വന്നു എന്ന് നമുക്ക് പറയാമോ? അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ആ കാലത്ത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി തുടർഭരണത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ ശരിയാണ്. ഇപ്പോൾ നമുക്ക് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെ എടുക്കാം. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ട് തുടർഭരണവുമായി ബന്ധപ്പെട്ടല്ല നമുക്ക് കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനം, അല്ലേ? ആ കേന്ദ്ര സർക്കാരിൻ്റെ നയം, BJP നയത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം ആയതുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത്. BJP സർക്കാരിൻ്റെ നയവുമായി ബന്ധപ്പെട്ടാണ് വിമർശനം. ആ നയം തുടർച്ചയായി തുടരുന്നു. അവർക്ക് തുടർഭരണം കിട്ടുന്നു. തുടർഭരണം കിട്ടുമ്പോൾ ഇതാ പ്രതിപക്ഷ സ്വരം പോലും ഇല്ലാതാക്കാൻ നമുക്ക് പാർലമെന്റിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. സ്പീക്കർക്കെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുന്നതിലേക്ക് പ്രതിപക്ഷത്തെ എത്തിക്കുന്ന സാഹചര്യം ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ കാണുകയാണ്. അത് തുടർഭരണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമല്ല, അവരെ അധികാരത്തിൽ എത്തിച്ചതിൻ്റെതായുള്ള പ്രശ്നമാണ്. അത് തുടർഭരണത്തിനാണെന്ന് കാണാൻ കഴിയില്ല. ഇനി UPA സർക്കാരുമായി ബന്ധപ്പെട്ട് ഒന്നാം UPA, രണ്ടാം UPA ആകുമ്പോഴേക്കും അഴിമതി എന്ന വിഷയം വരുന്നുണ്ട്. അത് തുടർച്ച കൊണ്ട് സംഭവിച്ചതാണോ, അതല്ലാതെ തന്നെ അവർക്കുള്ള ഒരു പോരായ്മയായിട്ട് കാണേണ്ടതുണ്ടോ? അത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ തുടർഭരണം വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുകൂടി അതിൽ അർത്ഥം വരുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾ ഇനി മത്സരിക്കേണ്ടതില്ല, നിങ്ങൾ ഇനി പ്രതിപക്ഷത്തിരുന്നാൽ മതി എന്ന് പറയുന്നതിലും ഒരു ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനോട് വിയോജിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ വാക്കിൽ പറയാവുന്നതല്ല. വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരു പ്രതികരണം ഇന്ന് പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് കണ്ടിരിക്കുന്നു, പതിവിന് വിരുദ്ധമായി എന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം അത് പരിശോധിക്കുന്നു എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ KK ശൈലജ പറഞ്ഞതിലും ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന രൂപത്തിലാണോ പറയുന്നതെന്നൊരു ഒരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങളുടെ അണികളും ഞങ്ങളുടെ പ്രവർത്തകരും അങ്ങനെ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ ജയിക്കാൻ വേണ്ടിയല്ലേ മത്സരിക്കുന്നത്? ജയിക്കുമോ എന്നുള്ള കാര്യം വേറെ വിഷയം. ജയിക്കാതിരിക്കാനുള്ള കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ വിഷയം. നിങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനമാകാം, നയങ്ങൾ വിമർശനമാകാം, ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കാൻ. പക്ഷേ നിങ്ങൾ ഇനി ഭരണത്തിലേ വരാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു തുടർഭരണം ആപത്തോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കക്ഷിയാണ് കവി സച്ചിദാനന്ദൻ. അദ്ദേഹം ഒരു അഭിപ്രായം സർക്കാരിനെതിരെ വളരെ ദുഷിച്ചു പോയിരിക്കുന്നു ഈ സംവിധാനം എന്ന് തന്നെയാണ് അദ്ദേഹം ഒരുപാട് വരികളിലൂടെ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടല്ല ഒരു 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 കവിയോ ഒരു എഴുത്തുകാരനോ കേരളത്തിൽ സർക്കാരിൻ്റെ ചില അധികാര ദുഷ്പ്രഭുത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. MT വാസുദേവൻ നായർ മരണത്തിന് മുമ്പ് അദ്ദേഹം ലിറ്റററി ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തിപൂജ, അധികാര ദുർവിനിയോഗം, ഇതൊക്കെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കവി സച്ചിദാനന്ദൻ വ്യത്യസ്തമാകുന്നത് സച്ചിദാനന്ദൻ ഈ സർക്കാരിൻ്റെ ഭാഗമാണ്, സാഹിത്യ അക്കാദമിയുടെ തലവനാണ്. അദ്ദേഹം ഇങ്ങനൊരു വിഷയം ഉന്നയിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ബാക്കി പുറത്തു നിന്നുള്ളവർ പറയുന്ന പോലെ അല്ല സച്ചിദാനന്ദൻ CPM-മായി വളരെ അടുത്ത് നിൽക്കുന്ന, അവരുടെ സർക്കാരിനകത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ ഈ വരി, അധികാരത്തിലിരുന്നാൽ പാർട്ടി ദുഷിക്കും, അപ്പോൾ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ പാർട്ടി നന്നാവും, ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു വേറൊരു വാദമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സംവിധാനമുണ്ട്. അത് പാർട്ടി നന്നാവോ ഇരിക്കുന്നുള്ള പാർട്ടിയുടെ വിഷയമാണ്. ഒരു സംവിധാനം ദുഷിച്ചാൽ അതിനെ മാറ്റാനാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലൂടെ അഗ്നിശുദ്ധി തെളിയിച്ച് അവർ തിരിച്ച് വീണ്ടും വരികയാണെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാർക്ക്. അപ്പോൾ തെരഞ്ഞെടുപ്പിലാണ് അത് തെളിയിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021
ഇടതുമുന്നണി സർക്കാർ ഒരുപാട് തേനും പാലും ഒഴുകിയ വിവാദങ്ങളില്ലാത്ത കാലമൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കോൺട്രവേഴ്സികൾ, അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ 91-ൽ 99 സീറ്റ് നേടി CPM ജയിച്ചു വന്ന ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോറ്റ ചരിത്രമുണ്ട്. ഇപ്പോൾ തദ്ദേശത്തിൽ തോറ്റ ചരിത്രമുണ്ട്. അപ്പോൾ ഓരോ സമയത്തും പാർട്ടിയെക്കുറിച്ച്, പാർട്ടി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച്, അല്ലെങ്കിൽ മുന്നണി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ച് കൃത്യമായ വിശകലനം തെരഞ്ഞെടുപ്പുകളിലുണ്ടെന്നേ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നായിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പാർട്ടി തോക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ എന്തായാലും അധികാരം ആപത്ത് എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ, അധികാരം ആപത്താണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് ചരിത്രം. പിന്നെ അധികാരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഭയവും ആപത്തിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തിരിച്ചടികളും ഏറ്റവും നന്നായി അറിയാവുന്നത് കമ്മ്യൂണിസ്റ്റുകൾക്കാണ് ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് അവർ സ്വയം തിരുത്താനുള്ള എല്ലാ സംവിധാനവും ചെയ്യും. ഇപ്പോൾ 1957 യുഗോസ്ലാവിയയിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ മിലോവൻ ജിലാസിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, ദ ന്യൂ ക്ലാസ്. അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അധികാര പ്രമത്തത ബാധിച്ചിട്ട് പുതിയൊരു ക്ലാസ് രൂപീകൃതമാകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ക്ലാസിക് പുസ്തകമാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം റെവല്യൂഷൻ ഫ്രം ദ എബവ് എന്നൊരു പുസ്തകത്തെക്കുറിച്ച് ഈ സച്ചിദാനന്ദൻ്റെ വിവാദം വന്നതിന് ശേഷം പരാമർശിക്കപ്പെട്ട് കണ്ടു. അവിടെയും എങ്ങനെയാണ് റഷ്യയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംവിധാനം പോലും ഇല്ലാതിരിക്കെ 91 അത് സ്വയം ഇല്ലാതായിപ്പോയി, ആർക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നിയില്ല എന്നാണ് ആ പുസ്തകം പറയുന്നത്. അതിനകത്ത് തന്നെ യുവ കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു സംഘടന, ആ സംഘടന പിരിച്ചുവിടുമ്പോൾ ആ സംഘടന തലപ്പത്തിരുന്നവരാണ് 17% പുതു പണക്കാരായ റഷ്യയിൽ മാറിയത് എന്ന് പറഞ്ഞ് ഒരുപാട് കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അധികാരം ദുഷിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു സംവിധാനം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ. അതിനുള്ള തിരുത്ത് പാർട്ടി അകത്ത് നടത്തുകയാണെങ്കിൽ നല്ല കാര്യം. ഇനി അല്ല, തിരുത്തുന്നില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. തുടർഭരണം കൊണ്ട് അപകടം ഉണ്ടാകുമെന്നല്ല ഞാൻ കരുതുക. എത്ര കാലം ഭരിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ഭരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നും കൂടി എടുത്തു പറയുന്നു, എത്ര കാലം ഭരിച്ചു എന്നുള്ളതൊരു വിഷയമേ അല്ല, എങ്ങനെ ഭരിച്ചു എന്നുള്ളതാണ്. അറിയാമല്ലോ, ലോകത്താദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളമാണ് 1957. പക്ഷേ അതിനും 10-20 വർഷങ്ങൾക്ക് ശേഷം 1977 പശ്ചിമ ബംഗാൾ അധികാരത്തിൽ വരുന്നു. 1978 ത്രിപുരയിൽ ഭരണത്തിൽ വരുന്നു. അവിടെ നിന്ന് 2011 വരെ, സച്ചിദാനന്ദൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് തീരണം, അങ്ങനല്ല, 34 വർഷം ഭരിച്ചു വന്നു. അവിടെ മമതാ ബാനർജിയുടെ വലിയ കൊടുങ്കാറ്റിൽ ഭരണം തകർന്നുപോയി. എന്നിട്ട് പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ പറ്റിയോ? ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു MLA പോലും ഇല്ല പശ്ചിമ ബംഗാളിൽ, ഒരു MLA പോലും ഇല്ല പശ്ചിമ ബംഗാളിൽ CPM-ന്. ആ അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അധികാരത്തിലിരുന്നാൽ ഭയങ്കര സംഭവം, പ്രതിപക്ഷത്തിനുള്ള പാർട്ടി വിടുന്നത്, അതൊക്കെ കുറച്ച് ഫാൻറ്റസൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. വേറെ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുതന്നെയല്ലേ ത്രിപുരയിൽ BJP അധികാരം പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇലക്ഷനിൽ വളരെ ചെറിയൊരു സംവിധാനമായിരുന്നു BJP. അവിടെ നിന്നാണ് BJP വന്ന് CPM-നെ തകർത്ത് ത്രിപുര പിടിക്കുന്നത്. ഇതെല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ അറിയാത്തവരല്ല കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1987 നായനാർ മന്ത്രിസഭ 91 ആകുമ്പോഴേക്കും CPM-ൻ്റെ ഒരു ഫോർമുല ഓർമ്മയുണ്ടോ? അധികാരത്തിലിരുന്നവർ പാർട്ടിയിലേക്ക്, പാർട്ടിയിലുള്ളവർ സർക്കാരിലേക്ക്, തിരിച്ച് അധികാരത്തിലേക്ക്. ഇങ്ങനൊരു ഫോർമുലയാണ് 91 മത്സരിച്ചത്. അന്ന് പക്ഷേ തോറ്റുപോയി. ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 2016 മുതൽ 2021 വരെയുള്ള ഭരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് എല്ലാ മന്ത്രിമാരും മാറാൻ തീരുമാനിച്ചതും ഇതുപോലെയുള്ള ഒരു സ്വയം നവീകരിക്കലിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് ആ ഒരു ഭരണത്തിൽ തുടർന്നത്. അപ്പോൾ CPM-ൻ്റെ സംവിധാനവും അങ്ങനെ തിരുത്താനുള്ള ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പുകൾ കാണാം. അത് ശരിയായില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് വിടുന്നു തദ്ദേശത്തിൽ കണ്ടത്. ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിൽ CPM-ൻ്റെ ആ തിരുത്തലുകളൊന്നും ഏശിയില്ല. തദ്ദേശത്തിൽ വളരെ വലിയ തകർച്ചയുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല കഴിഞ്ഞ തദ്ദേശത്തിലെ തിരിച്ചടിക്ക് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ വലിയ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതിനുശേഷം ഗൃഹസന്ദർശനത്തിന് ശേഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തിയ ശേഷം ഇപ്പോൾ നമുക്കൊരു കടലാസ് വന്നിട്ടുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശമാണ്, ഇത് ശരിയായില്ല, കൃത്യമായ വീടുകളിൽ നിങ്ങൾ പോയിട്ടില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും പോകാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, പ്രശ്നം വീണ്ടും അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് തിരുത്താനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിനൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് CPM തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞ വിമർശനത്തിൻ്റെ, അദ്ദേഹം പറഞ്ഞ 3 പ്രധാനപ്പെട്ട വിമർശനങ്ങളുണ്ട്. ഒന്ന്, അധികാര ദുഷ്പ്രഭുത്വമുണ്ട്, വ്യക്തിപൂജയുണ്ട്, ഇതെല്ലാം പ്രശ്നങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ കുറേ ശരികൾ ഉണ്ടായിട്ടുണ്ടാകും. അധികാരത്തിൽ നിങ്ങൾ ദുഷിച്ചു പോകും, അതും ശരിയായിരിക്കും.
അത് തിരുത്താനുള്ള ശ്രമം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനകത്ത് ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചുള്ള അദ്ദേഹത്തെ വല്ലാതെ വ്യക്തിപൂജയിൽ ഉയർത്തുമെന്ന് പറഞ്ഞ വിമർശനം സത്യമാണ്. നോക്കൂ, LDF ഗവൺമെൻറ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എല്ലാ കാലത്തും. അത് VS-ൻ്റെ കാലത്തായാലും ഇതിനു മുമ്പുള്ള EK നായരുടെ കാലത്തായാലും. ഇപ്പോൾ പിണറായി സർക്കാരാണ്. പിണറായി 2.0 ആണ്, പിണറായി 3.0 ആണ്. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഒരു മംഗളഗാനം പാടുന്നു. അത് പാർട്ടി പണ്ടായിരുന്നെങ്കിൽ വ്യക്തിപൂജ എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ മുതൽ കണ്ണൂരുള്ള ജയരാജനെ വരെ വരുതിയിൽ നിർത്തിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ കാര്യമായൊന്നും പറയുന്നില്ല. അപ്പോൾ ചില സൂചനകൾ സച്ചിദാനന്ദൻ പറയുന്നിടത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് തിരുത്താനുള്ള ശ്രമം CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് ശരിയായാൽ അവർക്ക് കൊള്ളാം. പിണറായി വിജയൻ്റെ കാര്യത്തിലല്ല, പക്ഷേ പൊതുവേ നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. കാലത്തിൻ്റെ ചുവരെഴുത്ത് CPM തിരിച്ചറിയുന്നുണ്ട്. സാധാരണഗതിയിൽ സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇങ്ങനൊരു വിമർശനം വന്നാൽ നമുക്കുള്ള ഇതുവരെയുള്ള അറിവിൽ ഈ വളരെ ശക്തമായ കടന്നൽക്കൂട്ടം ഇളകലാണ് കാണാറ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പൊതുവേ വളരെ സമചിത്തതയോടുകൂടിയുള്ളൊരു പ്രതികരണമാണ് കണ്ടത്. അത് തന്നെ ഈ ഒരു വിമർശനത്തെ, അതായത് തുടർഭരണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, ഇത് ഭരണത്തിനകത്തൊരു വിഷയമുണ്ട്, ഇത് മൊത്തത്തിൽ ചീഞ്ഞഴുകുന്നു എന്ന് അദ്ദേഹം പറയുന്നതിനെ ഞങ്ങളിതിനെ മുഖവിലേക്ക് എടുക്കുന്നു എന്നാണ് പറയുന്നത്. നല്ല കാര്യം. അപ്പോൾ കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കാനുള്ള CPM-ൻ്റെ ശ്രമമുണ്ട്. സച്ചിദാനന്ദൻ്റെ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ പറഞ്ഞ അഭിപ്രായ പ്രകടനമുണ്ട്. തദ്ദേശത്തിലെ വളരെ വലിയ പരാജയമുണ്ട്. തദ്ദേശത്തിന് ശേഷം അത് നന്നാക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ തന്നെ ചില തിരിച്ചടി നടന്നു എന്ന് CPM മനസ്സിലാക്കലുണ്ട്. ചുരുക്കത്തിൽ CPM-ൻ്റെ ഒപ്പമുള്ള സഹയാത്രികർ പറയുന്ന കാര്യങ്ങളെ, അതിൻ്റെ വരികളെയല്ല, അതിൻ്റെ ഉള്ളാർത്ഥത്തെ CPM ഗൗരവത്തിലെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുമുന്നണിയും അങ്ങനെ എടുക്കുമെന്നാണ് കരുതുന്നത്. CPM-ൻ്റെ സഹയാത്രികർ CPM വിരുദ്ധരല്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധരല്ല, സർക്കാർ വിരുദ്ധരല്ല, ഇതിനെ ക്രിയാത്മകമായി വിമർശിക്കുന്നവരാണ് എന്ന് കരുതുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സച്ചിദാനന്ദൻ മാഷോ ആം ആദ്മി പാർട്ടിയുടെ ഭാഗമായി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയ സാറ ജോസഫ് ടീച്ചറോ പറഞ്ഞതിനെ ഒരു വിമർശനം എന്ന നിലയിൽ ഉൾക്കൊള്ളണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ വിമർശനം എന്ന നിലയിൽ ഉൾക്കൊള്ളുക, അത് വിടുക. അതിനും അപ്പുറത്തേക്ക് അതിൽ കഴമ്പുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഞാനിത് പറയാം. ഒന്ന്, നേരത്തെ സച്ചിദാനന്ദൻ മാഷ് വിവാദമായൊരു അഭിമുഖം കൊടുത്തത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ അഭിമുഖത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത അഭിമുഖത്തിൽ സച്ചിദാനന്ദൻ മാഷ് പറയുന്നൊരു കാര്യമുണ്ട്. ഐ കീപ് ടെല്ലിങ് മൈ കംറേഡ്സ് പ്രേ ദാറ്റ് നെക്സ്റ്റ് ടൈം യു ഡോണ്ട് കം ടു പവർ. ഞാൻ എൻ്റെ സഖാക്കളോട് പറയുന്നു, അടുത്ത തവണ നിങ്ങൾ അധികാരത്തിൽ വരരുത്. ബിക്കോസ് ദാറ്റ് വുഡ് ബി ദ എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. കാരണം അതതിൻ്റെ അന്ത്യം കുറിക്കും. ഇത് വലിയ രീതിയിൽ വിവാദമാവുന്നൊരു സാഹചര്യം ഉണ്ടായി. വിവാദമായതിന് സമയത്ത് ആദ്യമായിട്ട് സച്ചിദാനന്ദൻ മാഷ് മൂന്നാമത്തെ തവണ ഈ LDF സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നത് ആ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുക്കുന്ന അഭിമുഖത്തിലാണ്. ഇതാദ്യമായിട്ടല്ല പറയുന്നത്. ഒന്ന്, ആ വിവാദമുണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിനൊരു വിശദീകരണം അദ്ദേഹം നൽകി. ആ വിശദീകരണം അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഫലിതമായി പറഞ്ഞൊരു കാര്യം പ്രസ്താവനയായി നിങ്ങൾ കൊടുത്തു. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പത്രങ്ങൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ അഭിമുഖം കൊടുക്കുന്നതില്ല. പകരം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രസംഗങ്ങളുടെ കാര്യത്തിലൂടെ മാത്രം ഞാൻ കാര്യങ്ങൾ പ്രതികരിച്ചു കൊള്ളാം എന്നാണ് അന്ന് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത്. പക്ഷേ അതിനെ തുടർന്ന് വീണ്ടും മലയാള മനോരമയ്ക്ക് അദ്ദേഹം ഒരു അഭിമുഖം കൊടുക്കുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം റാൻസിയറെ കോട്ട് ചെയ്തുകൊണ്ട്, പ്രശസ്ത മാർക്സിസ്റ്റ് തത്വചിന്തകനായ റാക് റാൻസിയറിനെ, ഫ്രഞ്ച് ചിന്തകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇതാണ്: ഏകപക്ഷി ഭരണം സമഗ്രാധിപത്യമുള്ളതിൻ്റെ ആദ്യത്തെ വാതിലാണ്. മാറി മാറിയുള്ള ഭരണമാണ് നമുക്ക് ജാഗ്രത നൽകുന്നത് എന്നതാണ് അദ്ദേഹം അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. റാക് റാൻസിയറിൻ്റെ വാക്കുകളാണ്. റാക് റാൻസിയറിൻ്റെ വാക്കുകൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് യഥാർത്ഥത്തിൽ വന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. മാർക്സിസം ഏകാധിപത്യപരമായി പെരുമാറുന്ന ഒരു കാലഘട്ടത്തെയും കേരളത്തിൽ LDF-ഉം UDF-ഉം NDA-യും പല മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും സമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചൈനയെ പോലെ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ കൊറിയയെ പോലെ ഒരു രാജ്യത്തെ പോലെയാണോ കേരളത്തിലെ രാഷ്ട്രീയാവസ്ഥ? അവിടെ ഒരു ഏകകക്ഷി ഭരണമാണോ ഉള്ളത്? തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോൾ കൃത്യമായി വോട്ട് ഷെയർ ഏകദേശം 2 പാർട്ടികളും പങ്കിടുകയല്ലേ ചെയ്യുന്നത്? 2 മുന്നണികളും ഏകദേശം ബലാബലമല്ലേ നിൽക്കുന്നത്? അവിടെ എങ്ങനെയാണ് റാക് റാൻസിയർ എന്ന തത്വചിന്തകൻ്റെ വാക്കുകൾക്ക് പ്രസക്തമാകുക? നോക്കൂ, ഏകകക്ഷി ഭരണം എന്നുള്ളതാണ് ആ വാക്ക് തന്നെ പ്രശ്നമാണ്. കാരണം ഇവിടെ ഏകകക്ഷി ഭരണമല്ല, ഇവിടെ ഇപ്പോഴുള്ളതൊരു മുന്നണി ഭരണ സംവിധാനമാണ്. അപ്പോൾ ഒരു കവിയുടെ ഭാവനാത്മകമായിട്ടുള്ള ഒരു വിമർശനം എന്നതിനും അപ്പുറത്തേക്ക് യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റാക് റാൻസിയറിനെ സച്ചിദാനന്ദൻ മാഷ് ഉദ്ധരിക്കുമ്പോൾ റാക് റാൻസിയറെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം. റാക് റാൻസിയർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്.
എപ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്? അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫ്രഞ്ച് തത്വചിന്തകൻ്റെ പേരും ഇതേ റാക് റാൻസിയറാണ്. നോക്കൂ, ഈ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാർ, രണ്ടാം LDF സർക്കാർ വന്നതിനു ശേഷം കേരളത്തിൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായി. അതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആ വലിയ പദ്ധതി സർക്കാരിൻ്റെ ഒരു വലിയ എഫേർട്ടായിരുന്നു, വലിയ ഏകോപനമായിരുന്നു. റവന്യൂ വകുപ്പ്, ജലഗതാഗത വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, പഞ്ചായത്ത് തദ്ദേശ സ്ഥാപന വകുപ്പ്, KSEB, അങ്ങനെ ആരോഗ്യവകുപ്പ്, അങ്ങനെ കേരളത്തിലെ എല്ലാ വകുപ്പുകളും കേരളത്തിലെ അതിദരിദ്രരായ മനുഷ്യരെ 16,000-ലധികം ആളുകളെ നേരിട്ട് കണ്ട് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കുക. ദാരിദ്ര്യമുക്തമല്ല, അത് മറ്റൊരു ആശയമാണ്. അതിദാരിദ്രരായ അങ്ങേയറ്റം നിരാലംബരായ മനുഷ്യരെ ഉയർത്തുകയും അവരെ കണ്ടെത്തുകയും ചെയ്യാൻ നടത്തിയ ശ്രമമല്ലേ റാക് റാൻസിയറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു തുടർഭരണം വേണ്ടാത്തത്? അതിദാരിദ്ര്യമുക്തമാക്കിയ കേരളത്തിന് ഈ സർക്കാരിനെ അർഹിക്കുന്നില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ട്, പാവപ്പെട്ട മനുഷ്യരുടെ ശബ്ദങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ നോക്കൂ, എന്താണ് കേരളത്തിൻ്റെ പ്രത്യേകത? നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അദൃശ്യരായ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് ചിലർക്കെങ്കിലും വിമർശനം. നേട്ടങ്ങളെക്കുറിച്ച് പറയണം, കാരണം ഒരു തുടർഭരണം വേണ്ടതില്ല എന്ന് കണ്ടെത്തുന്നത് റാക് റാൻസിയറിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങളായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വിശ്വസിക്കുന്നതിനകത്തൊരു ക്ലാസ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, മധ്യവർഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ LDFും UDFും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സച്ചിദാനന്ദ മാഷിൻ്റെ ഒരു പ്രതികരണം. യഥാർത്ഥത്തിൽ അത് അടിസ്ഥാന വർഗത്തെ ഫെറ്റിഷിസ് ചെയ്യുന്ന, അടിസ്ഥാന വർഗത്തെ ഭാവനാത്മകമായി കാണുന്ന ഒരു നിലപാട് മാത്രമാണ്. കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണോ? അടിസ്ഥാന വർഗം എന്നും അടിത്തട്ടിൽ കഴിയേണ്ടവരാണോ? അവർക്ക് ക്ലാസ് മൊബിലിറ്റി ഉണ്ടാവുന്നില്ലേ? എല്ലാ കാലഘട്ടങ്ങളിലും ക്ലാസ് മൊബിലിറ്റി ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നില്ലേ? അടിസ്ഥാന വർഗത്തിൻ്റെ ക്ലാസ് മൊബിലിറ്റി ചെറിയ രീതിയിലാണോ? മധ്യവർഗത്തിലേക്ക് ഉയരുകയും മധ്യവർഗം ഉപരിമധ്യവർഗമായി മാറുകയും ചെയ്യുന്ന ക്ലാസ് മൊബിലിറ്റിയുള്ള വർഗസഞ്ചലനം നടക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? അവിടെ എങ്ങനെയാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ വാക്കുകൾ ശരിയാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മധ്യവർഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ നോക്കൂ, അടിസ്ഥാന വർഗത്തെ നിങ്ങൾ തഴയാതെ തന്നെയാണ് മധ്യവർഗത്തിൻ്റെ മൊബിലിറ്റി ഉറപ്പാക്കുന്നത്. അതിനെങ്ങനെയാണ് സാധ്യമാവുക? മികച്ച സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കണം. സാധ്യമാണോ? കേരളത്തിലെ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നതിന് ശേഷം 45,000-ഓളം ക്ലാസ് മുറികൾ ഹൈടെക്കും സ്മാർട്ടുമായിട്ടുണ്ട്. കേരളത്തിലെ ഡ്രോപ്പ് ഔട്ടുകളുടെ എണ്ണം കുറഞ്ഞു. ദേശീയ ശരാശരി അനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയുകയും ചെയ്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിരവധി സ്കീമുകൾ കൊണ്ടുവരുന്ന സംവിധാനങ്ങളുണ്ടായി. അവർക്ക് വേണ്ടി പ്രത്യേക പ്രോജക്റ്റുകളുണ്ടായി. കുട്ടികൾ ഒരാൾ പോലും പഠിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഇൻക്ലൂസീവായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയല്ലേ നമ്മൾ നടപ്പിലാക്കിയത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ അറിയണം, നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും വേണ്ട 68 ലക്ഷം പാഠപുസ്തകങ്ങൾ പ്രിന്റിംഗ് പൂർത്തിയായി പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൗസ് അതാത് വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഈ 13-ാം തീയതി, ഏത് 13-ാം തീയതി? മാർച്ച് മാസം 13-ാം തീയതി സ്കൂൾ പൂട്ടുന്നതിന് മുമ്പ് 68 ലക്ഷം വിദ്യാർത്ഥികളും, ഈ ഫെബ്രുവരി 13-ന്, മാർച്ചല്ല, ഫെബ്രുവരി 13-ന്, അതായത് ഈ കൊല്ലത്തെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാണ്. മുഴുവൻ പാഠപുസ്തകങ്ങളും അച്ചടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? പകരം ഏത് സർക്കാരാണ് വരണമെന്ന് പറയുന്നത്? ഓണം നേരത്തെ വന്നതുകൊണ്ട് പാഠപുസ്തകം അച്ചടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പരിഭവം പറയുന്ന, ക്ഷമാപണം പറയുന്ന ഒരു സർക്കാരിനെയാണോ ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? അതാണോ കവി സച്ചിദാനന്ദ മാഷ് ഉദ്ദേശിച്ചത്? പാഠപുസ്തകങ്ങൾ ചെറിയ കാര്യമല്ല. അങ്ങ് പറഞ്ഞില്ലേ, നിരാലംബരായ മനുഷ്യരെ ചേർത്തു പിടിക്കുന്ന സംവിധാനം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഈ ക്ലാസ് മൊബിലിറ്റി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സാധാരണ ഓട്ടോറിക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, കൂലിവേല ചെയ്യുന്ന മനുഷ്യരുടെ, അൺഓർഗനൈസ്ഡ് ആയിട്ട് പണിയെടുക്കുന്ന മനുഷ്യരുടെ ഒക്കെ മക്കൾ, അവർ MBBSന് പഠിക്കാൻ പോകുന്നത്, അവർ എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കാൻ പോകുന്നത്, നഴ്സിംഗിന് പഠിക്കാൻ പോകുന്നത്, അവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ പോകുന്നത് ഈ പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ ശക്തമായതുകൊണ്ടാണ്. നിങ്ങൾക്കറിയണമെങ്കിൽ സച്ചിദാനന്ദൻ മാഷ് തന്നെ ഏറെക്കാലം ഉണ്ടായിരുന്ന ഡൽഹിയിലെ പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ആപ്പ് വരുന്നതുവരെ അവിടെ എത്രമാത്രം എക്സ്പെൻസീവാണ് വിദ്യാഭ്യാസം? കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിൽ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസമല്ലേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് മൊബിലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള പദ്ധതികളല്ലേ നമ്മൾ നടപ്പിലാക്കുന്നത്? അത് പൊതുവിദ്യാഭ്യാസ രംഗം. അത് കഴിഞ്ഞാലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് സാർവത്രികരണം നടപ്പിലാക്കിയില്ലേ? ബിരുദതലം വരെ സൗജന്യമാക്കിയ സർക്കാരല്ലേ? ഈ സർക്കാരാണോ തുടരണ്ട എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത്? പകരം ആദ്യത്തെ 100 റാങ്ക് എടുത്തു നോക്കിയാൽ ഒരു സർവകലാശാല പോലും റാങ്കിങ്ങിൽ
വരാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമാണോ തിരിച്ചു വരണമെന്ന് സച്ചിദാനന്ദൻ മാഷ് ഉദ്ദേശിക്കുന്നത്? ഇന്നിപ്പോൾ ആദ്യത്തെ 50 സർവകലാശാലകൾ എടുത്താൽ 4 എണ്ണം കേരളത്തിലാണ്. ആദ്യത്തെ 100 മികച്ച കോളേജുകൾ എടുത്താൽ 6 എണ്ണം കേരളത്തിലേതാണ്. അതിലൊന്ന് സർക്കാർ കോളേജാണ്, അത് യൂണിവേഴ്സിറ്റി കോളേജാണ്. NIRFന്റെ റാങ്കിങ്ങിൽ സർവകലാശാലകൾ മുന്നിൽ നിൽക്കുന്നു. ബിരുദതലം വരെ കേരളത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാൻ പോവുകയാണ്. ഈ സർക്കാരാണോ തുടരേണ്ടതില്ല എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഈ തുടർഭരണമാണോ നമുക്ക് ആപത്താണ് എന്ന് പറയുന്നത്? ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം. ആരോഗ്യമേഖലയിലേക്ക് വരൂ. ആരോഗ്യമേഖലയിലേക്ക് വന്നാൽ ആരോഗ്യമേഖലയിൽ ചികിത്സാ ചെലവ് എത്രമാത്രം കുറയ്ക്കുന്നു? ഈ കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. മനുഷ്യർക്ക് ജീവൻ കൊടുക്കുക, അവനെ രോഗവുമായിട്ടുള്ള യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പിടിച്ചവനെ തിരികെ കൊണ്ടുവരാനുള്ള ശേഷി കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാവണം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം ഞങ്ങളിരിക്കുന്ന ഈ റിപ്പോർട്ടറിൻ്റെ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. 370 രോഗികൾക്കാണ് ആ ക്യാൻസർ സെൻറ്ററിൽ ഇനി ചികിത്സിക്കാൻ കഴിയുക. 12ഓളം ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ തുറക്കാൻ പോകുന്നത്. കല്ലിട്ട് പോയതേ ഉള്ളൂ. ഇന്ന് ഈ കാണുന്ന രീതിയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ക്യാൻസർ സെൻറ്ററുകൾക്ക് തുല്യമായ രീതിയിൽ ഒരു മികച്ച ക്യാൻസർ ഗവേഷണ കേന്ദ്രം ഇന്ന് തുറന്നിരിക്കുകയാണ്. ഈ സർക്കാരാണോ വേണ്ട എന്ന് പറയുന്നത്? ആരോഗ്യ മേഖലയിലേക്ക് വന്നാൽ നോക്കൂ, 42.5 ലക്ഷം പേർക്ക് എവിടെ നിന്നാണ് നോക്കൂ, 28 ലക്ഷം പേരിൽ നിന്ന് 42 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ സർക്കാർ. തുടർഭരണം വേണ്ടേ? സച്ചിദാനന്ദൻ മാഷെ, ഏത് ഭരണത്തെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആശുപത്രിയിൽ പോയാൽ ചികിത്സയില്ലാത്ത, സ്കാനിംഗ് മെഷീനുകൾ തുടർച്ചയായിട്ട് പണിമുടക്കിയിരുന്ന, ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിട്ടിരുന്ന, സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ലോബിയായിട്ട് വളർന്നിരുന്നൊരു കാലഘട്ടത്തിലേക്ക് പോകണമെന്നാണോ പറയുന്നത്? ജനറൽ ആശുപത്രികളിൽ സർജറികൾ, ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്ന കാലം, 12 ആശുപത്രികളിൽ ഇന്ന് കാത്ത് ലാബ് വന്ന സംവിധാനം. നോക്കൂ, ഒരു സാധാരണക്കാരൻ്റെ ചികിത്സാ ചെലവ് ഗ്രാമീണ മേഖലയിൽ അത് 17,000 രൂപയായിരുന്നത് 17,054 രൂപയായിരുന്ന UDF കാലത്ത് നിന്നും 10,729 രൂപയായി ഗ്രാമീണ മേഖലയിൽ ചികിത്സാ ചെലവ് കുറഞ്ഞു. ഈ സർക്കാരാണോ വേണ്ട എന്ന് വയ്ക്കുന്നത്? പകരം ഏത് സർക്കാരിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഗ്രാമീണ ചികിത്സാ ചെലവും നഗര ചികിത്സാ ചെലവും ഈ സർക്കാരിനേക്കാൾ ഏകദേശം ഇരട്ടിയോളം നിന്നൊരു കാലഘട്ടത്തെയാണോ അല്ലെങ്കിൽ ഒരു ഭരണത്തെയാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അപ്പോൾ റാൻസിയറിൻ്റെ വാക്കുകൾ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നതാവണം ഭരണമെങ്കിൽ ഈ തുടർഭരണം ആപത്താവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീട്, അവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം. വീടിൻ്റെ കാര്യം നോക്കൂ, ഒരു ദിവസം 182 പേർക്കാണ് സൗജന്യമായി ഈ കേരളത്തിൽ വീട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 182 പേർക്ക് കിടപ്പാടം നൽകുന്ന സർക്കാരിൻ്റെ ഭരണമാണോ തുടർഭരണമാണോ ആപത്താണ് എന്ന് കവി സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മൊത്തം 87 പേർക്ക് ഒരു ദിവസം എന്ന മട്ടിൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണോ വേണ്ട എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? ഒരു ദിവസം 119 പേർക്ക് പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന എന്ന കണക്കിൽ പട്ടയം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? എങ്ങനെ നിങ്ങൾ തുലാസിൽ തൂക്കി നോക്കിയാലും നോക്കൂ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ നിങ്ങൾ ഭരണത്തിൻ്റെ മികവ്, വികസന പദ്ധതി, ഏകദേശം 90,000 കോടിയുടെ കിഫ്ബി വികസന പദ്ധതികൾ, അതിൽ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന 7,400 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, അന്തർദേശീയ മേഖലയിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ നിന്ന് പോലും നിക്ഷേപം സ്വീകരിക്കുന്ന വ്യവസായ സൗഹൃദ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സർക്കാർ. ഈ സർക്കാരിൻ്റെ തുടർഭരണമാണോ ആപത്താണ് എന്ന് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത്? മാഷ് ഒരു കാര്യം കൂടി മാത്രം ചോദിച്ചോട്ടെ, ഈ തുടർഭരണം ആപത്താണെങ്കിൽ 1ാം EMS സർക്കാരിൻ്റെ കാലം ആ തുടർഭരണം ഇല്ലാതെ പോയതാണോ മാഷ് ആഗ്രഹിക്കുന്നത്? എന്തായാലും EMS നമ്പൂതിരിപ്പാടിൻ്റെ 1987 സർക്കാർ ചെയ്തത്? അത് ചെയ്യാതെ പോയത് വിമോചന സമരം വന്നത് കാരണം അന്ന് മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാകാതെ പോയി. ആ സർക്കാർ അന്ന് അധികാരത്തിൽ തുടർന്നിരുന്നു പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ മിച്ചഭൂമിയുടെ വിതരണം പൂർത്തിയാക്കുമായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? കണക്കുകൾ പറയുന്നു. ഇടതു സഹയാത്രികനായ ഗോപകുമാർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. 1957 മുതൽ 59 വരെ മാത്രം തുടർന്ന EMS സർക്കാരാണ് ഒരുപക്ഷെ ഐക്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നിയമസഭയിലൂടെ തുടക്കം കുറിച്ചത്. ആ സർക്കാരിനെ താഴെയിട്ടത് എന്തിനു വേണ്ടിയാണ്? വിമോചന സമരത്തെ അംഗീകരിക്കുന്നുള്ളൂ സച്ചിദാനന്ദൻ മാഷ്. തുടർഭരണം ആപത്താണെന്ന് പറയുമ്പോൾ ആ EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ 62 വരെ ഭരിച്ചിരുന്നെങ്കിൽ 1960 മുതൽ 63 വരെ ഏകദേശം 4 ലക്ഷം ഹെക്ടറിലേറെ ഭൂമി കൈമാറ്റത്തിലൂടെ ഇവിടുത്തെ ഭൂവുടമകൾ സ്വന്തമാക്കില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഈ മിച്ചഭൂമി വിതരണത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കാൻ വേണ്ടി ഭൂവുടമകൾ 3 വർഷം കൊണ്ടാണ്, കണക്കുകൾ പ്രകാരം 1960 മുതൽ 63 വരെയുള്ള 3 വർഷക്കാലമാണ് ഈ ഭൂമി മുഴുവൻ അവരുടെ പേരിലേക്ക് മാറ്റി ക്രയവിക്രയം ചെയ്തത് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അതായത് മിച്ചഭൂമി വിതരണത്തെയും ഭൂപരിഷ്കരണത്തെയും അട്ടിമറിക്കാൻ ഈ സംവിധാനത്തിന് സാധ്യത കൊടുത്തത് വിമോചന സമരമാണ്. സച്ചിദാനന്ദ മാഷ് വിമോചന സമരത്തെ പിന്തുണയ്ക്കുമോ? ആ സർക്കാർ തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തെ ഒരുപക്ഷെ EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ 1957 മുതൽ 62 വരെയും
62 മുതൽ 67 വരെയും മാറിയിരുന്നെങ്കിൽ നമ്മൾ 69 വരെ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഓരോ സർക്കാരും തുടരുമ്പോൾ അതിന് പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏകാധിപത്യം എന്ന് പറയുന്നു. മാഷിനറിയാമല്ലോ, സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ ശരിയാണ്, കാരണഭൂതൻ എന്നുള്ള പ്രയോഗം ഞാനും എതിർക്കുന്ന പ്രയോഗമാണ്. അത്തരം വ്യക്തിപൂജകൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. പക്ഷേ പിണറായി 2, പിണറായി 3 ഒന്നും ഒരു പാർട്ടിയും ഔദ്യോഗികമായി പറയുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾ, ഭക്തന്മാരൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും പുസ്തക പ്രസാധവുമായി ബന്ധപ്പെട്ട് രൂപേഷിൻ്റെ പുസ്തകത്തിൻ്റെ അടക്കം മാഷ് തന്നെ സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. സർക്കാർ എന്തെങ്കിലും എതിർത്തോ ആ ഘട്ടത്തിൽ? അതിനുശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി പെരുമാറുന്നതായിട്ട് മാഷിന് അഭിപ്രായമുണ്ടോ? ഏത് മേഖലയിൽ? ഒറ്റ കാര്യം, ഏതെങ്കിലും ഒരു വകുപ്പിൽ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ഫ്രാൻസിലെ റാഗ് റാൻസീർ പറഞ്ഞ വാചകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊരു വിമർശനം ഉന്നയിക്കുമ്പോൾ പാവപ്പെട്ട മനുഷ്യർ, പട്ടയം കിട്ടിക്കൊണ്ടിരിക്കുന്ന, വീട് കിട്ടിക്കൊണ്ടിരിക്കുന്ന, സൗജന്യ വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന, സൗജന്യ ആതുര സേവനം കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ പെരുവഴിയിൽ നിർത്തുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു എനിക്ക് പറയാനുള്ളത്. പക്ഷേ മാഷിന് വിമർശിക്കാനുള്ള എല്ലാ അധികാരമുണ്ട്. ആ വിമർശനത്തെ അതിന് സ്പിരിറ്റിൽ ഉൾക്കൊള്ളുക എന്നത് മാത്രമാണ്. പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ അങ്ങനെയാണ്. ഒരു കാര്യം കൂടി, മാഷു പറഞ്ഞതിനിടയ്ക്ക് വളരെ ആലങ്കാരികമായ ഒരു കാര്യം പറഞ്ഞു പോയി കേട്ടോ. ഗുരുവിനേക്കാൾ മഹാനായിട്ട് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു എന്ന മറ്റൊരു പ്രതികരണം കണ്ടു. അങ്ങനൊരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. ഗുരുവിനേക്കാൾ മഹാനാണ് എന്നൊരു പ്രസ്താവന പിണറായി വിജയൻ അന്നത്തെ സമ്മേളനത്തിൽ നടത്തിയിട്ടില്ല. പക്ഷേ മലപ്പുറം പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി ആദരിക്കണമായിരുന്നു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഞാൻ അങ്ങയോടൊപ്പമാണ്. അതുകൊണ്ട് അർത്ഥസത്യങ്ങളെ യഥാർത്ഥത്തിൽ സത്യങ്ങളായി അവതരിപ്പിക്കുന്ന കാലത്ത് നമ്മുടെ സാംസ്കാരിക നായകന്മാർ അതിന് കൂട്ടുനിൽക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനീതമായിട്ടുള്ള അഭിപ്രായം. അങ്ങേക്ക് വിമർശിക്കാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം ആദരവോടുകൂടി ഉൾക്കൊള്ളുകയും ആ വിമർശനത്തെ അങ്ങേയറ്റം ആദരവോടുകൂടി വിമർശിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഈ തുടർഭരണം നിലവിൽ കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ അപകടമല്ല എന്നതാണ് എൻ്റെ ടേക്ക്. തുടർഭരണം ആപത്തോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലൊരു ആധുനിക കേരളമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ ഭരണപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള സംസാരങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത് ഈ കാലത്തിനടുത്ത ഇടതുപക്ഷം സഞ്ചരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വലിയ ആശ്വാസമുണ്ട്. കാരണം ലോകത്തെവിടെ അങ്ങനെ ഇല്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ഇപ്പോൾ ബംഗാളിനെ കുറിച്ചിട്ടാണ് എല്ലാവരും കേരളവും ബംഗാളും തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബംഗാളിൽ കോൺഗ്രസിന് എത്ര MLA-മാരുണ്ട്? കോൺഗ്രസിന് എത്ര MLA-മാരുണ്ട്? 0. 2006 എത്ര ഉണ്ടായിരുന്നു അറിയോ? 2006 30 MLA-മാരുണ്ടായിരുന്നു. അതിന് തൊട്ട് മുൻപ് 2001 എത്ര ഉണ്ടായിരുന്നു അറിയോ? 50 MLA-മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് തുടർച്ചയായ ബംഗാൾ ഭരിച്ചതുകൊണ്ട് പോയതുകൊണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല. 2006 ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ 33 സീറ്റ് അധികം കിട്ടിയിട്ടാണ് അധികാരത്തിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രതിപക്ഷമില്ലേ, 2011 ഈ മമതാ ബാനർജി അധികാരത്തിൽ വരുന്ന സമയത്ത് 2006 തുടങ്ങി 2011 വരെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവാണ് മമതാ ബാനർജി. മനസ്സിലായില്ലേ? ഒരു അധികാരം പിടിക്കണമെങ്കിൽ അത്യാവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ പണിയെങ്കിലും, ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പണിയെങ്കിലും എടുക്കണം. കേരളത്തിൽ അത് കാണുന്നുണ്ടോ? കേരളം വലിയ രീതിയിൽ പിന്നോട്ട് പോയി എന്ന് പറയുന്ന സമയത്ത് കേരളം വലിയ രീതിയിൽ പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ കേരളത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ പിന്നോട്ട് പോയി എന്നും കൂടിയാണ് അർത്ഥം അല്ലേ? ഇപ്പോൾ കേരളം വികസിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് കൂടിയല്ലേ? പ്രതിപക്ഷ നേതാവ് പണിയെടുത്തിട്ടില്ല, പ്രതിപക്ഷ പാർട്ടികൾ പണിയെടുത്തില്ല, ആരും പണിയെടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല. ബംഗാൾ അതാണ് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് കോൺഗ്രസിനെന്താ ബംഗാൾ 15 വർഷമായിട്ട് പിടിക്കാൻ പറ്റാത്ത? അല്ല, CPM ഇല്ലാന്നല്ല, CPM ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, കോൺഗ്രസും ഇല്ലാന്ന്. കാരണം അതാണ് പറയേണ്ടത്. അവിടെ ബംഗാളിൽ കോൺഗ്രസും ഇല്ല, CPM ഇല്ല. അങ്ങനെ പറഞ്ഞാൽ മതി. അയ്യോ ബംഗാളിൽ CPM മാത്രമേ തീർന്നു എന്നുള്ള വിചാരിക്കേണ്ട. കേരളത്തിൽ ബംഗാളിൽ 2001 60 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 0 അല്ലേ? അവിടെ വളർന്ന പാർട്ടി ഏതാ? അവിടെ ഒരു പാർട്ടിയും വളർന്നിട്ടില്ല. അവിടെ പാർട്ടി 65 സീറ്റിൽ മാത്രമേ BJP ഉള്ളൂ. ബാക്കി 224 സീറ്റുകൾ 225 സീറ്റിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പം അവിടുത്തെ ഗവൺമെൻറ്റും എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളും എന്താണ്? BJP ആണ്, BJPക്ക് എതിരാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഒരുക്കം ഉണ്ടാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെല്ലാവരും കൂടെ BJP പോയി ചേരുന്നുണ്ടോ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുമ്പോൾ കേൾക്കാം, അയ്യോ നിങ്ങൾ ബംഗാളാക്കരുതെന്ന് പറയുന്ന കോൺഗ്രസിന് ബംഗാളിൽ ഒരു സീറ്റ് പോലും ഇല്ലയെന്ന്. അതും കൂടെ മനസ്സിലാക്കണ്ടേ? അപ്പം ഒരർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുന്ന് സഖാക്കൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള അവിടുത്തെ സാഹചര്യം വേറെയാണെന്നേ. ബംഗാളിലെ സാഹചര്യം വേറെയാണ്, ബംഗാളിലെ ജീവിത സാഹചര്യം വേറെയാണ്. അവിടുത്തെ ആലോഹിര വരുമാനം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെ സാധാരണക്കാരാണ്. അവർക്ക് ഇങ്ങനെ നമ്മൾ കേരളത്തിൽ ഗൾഫിൽ നിന്ന് പോയും യൂറോപ്പിൽ പോയും പിന്നെ UK പോയും പിന്നെ വിദേശികൾ പൈസ ഉണ്ടാക്കി പണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ല. അവരുടെ സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ്. അവർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളൂ. അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം വളരെ താഴെയാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ എന്തോ കേരളം ബംഗാളാക്കുന്നു. ഇന്ത്യയിൽ ഇത്രയധികം വികസനം വന്നൊരു സംസ്ഥാനം ഇല്ലാന്ന് കേരളം പോലെ.
വികസനമില്ല കേരളം പോലെ. ഈ 10 വർഷം കോൺഗ്രസ് അല്ല, ഈ പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? 10 വർഷം കേരളത്തിൽ എന്താ സംഭവിച്ചെന്നല്ല പറയുന്നത്. എന്ത് നഷ്ടമാണ് ഏത്? അല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞു, കോൺഗ്രസ്സുകാരൻ അല്ലാത്തതുകൊണ്ട് തന്നെ പറയുന്നത്. എന്ത് പറഞ്ഞാലും ഇത് കേട്ടോണ്ടിരിക്കേണ്ട അർത്ഥമൊന്നുമില്ലല്ലോ. സച്ചിദാനന്ദ മാഷ് ബഹുമാനിക്കുന്ന ആളാണ്, നല്ല ആളാണ്, ഈ പറയുന്ന നാടക അക്കാദമീൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയം വേണ്ട, ഇടതുപക്ഷം മുഴുവൻ രാഷ്ട്രീയം പൂട്ടിക്കേണ്ടി വീട്ടിലിരുന്നോളൂ, നിങ്ങൾ ആരും ഇലക്ഷനിൽ മത്സരിക്കേണ്ട, നിങ്ങൾ ഇനി തോക്കാൻ വേണ്ടിയാണ് പിന്നെ എന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും നല്ല ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞ് 10 വർഷം അല്ലേ? ഇവിടെ ഓക്കി ഉണ്ടായിരുന്നു, ഇവിടെ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, ഇവിടെ കോവിഡ് വന്നു, ഇവിടെ നിപ്പ വന്നു. ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചു നിന്ന കേരളം ഇന്ത്യയിലെ ഏറ്റവും നല്ല വികസിത കേരളമായി മാറി ഇല്ലേ? ഇത്രയും വികസനം കൊണ്ടുവന്ന സമയം വേറെ ഉണ്ടോ? ഇത്രയും വികസനം മുന്നോട്ട് കൊണ്ടത് എങ്ങനെയാണ്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട പറയാൻ വേണ്ടിയിട്ട്. ഇടതുപക്ഷം വേണ്ട എന്ന് പറയുന്നതിൻ്റെ യോജിപ്പ് എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയ പാർട്ടി ഏതാണെന്നറിയാം? അടുത്ത കാലത്ത് ഏറ്റവും വലിയ സമരം ഏതാ ഇന്ത്യയിൽ? BJPക്കെതിരെ ഏറ്റവും വലിയ സമരം ഏത് സമരം? കർഷക സമരമല്ലേ? കർഷക സമരത്തിൻ്റെ നേതൃത്വം ഏതാണ്ടായിരുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ആകെയുള്ള ഒരു ഭരണവും കൂടെ ഒരു ഭരണമാണ് കേരളത്തിലുള്ളത്. ഈ സച്ചിദാനന്ദ മാഷ് അടക്കം പറയുന്നുണ്ടല്ലോ, കേരളം മാത്രമേ അധികാരത്തിലുള്ളൂ, അതും കൂടെ വിട്ടിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. 3 സംസ്ഥാനമേ ഉള്ളൂ ഇന്ത്യയിൽ ഈ കോൺഗ്രസിന്. എന്തേ മുന്നോട്ട് വരാൻ പറ്റാത്തത്? ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് അല്ലേ? ഈ കോൺഗ്രസിന് 3 സംസ്ഥാനത്തിന് 10 സംസ്ഥാനം ആക്കി കൂടായിരുന്നോ? ഈ പറയുന്ന ത്രിപുരയും ഈ പറയുന്ന ബംഗാളും കോൺഗ്രസിന് പിടിച്ചെടുത്തുകൂടായിരുന്നോ? ഈ പറയുന്ന തെലങ്കാനയും കർണാടകയും ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശും മാത്രമേ ഒതുക്കേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള സംസ്ഥാനത്തിന് എന്താ മുന്നോട്ട് വരാൻ പറ്റാത്തത്? അപ്പോൾ പറയേണ്ടത് എന്താണ്? കേരളത്തിൽ നല്ല ഭരണം വേണം എന്നല്ല പറയേണ്ടത്. അത് ഏത് പാർട്ടി ഭരിച്ചാലും നല്ല ഭരണം വേണമെന്നല്ല പറയേണ്ടത്. ഇവിടെ മതമൈത്രി വേണം, ഇവിടെ സാഹോദര്യത്തോട് ജീവിക്കാൻ പറ്റണം, ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഇവിടെ വികസനം ഉണ്ടാവണം. ഈ AI കാലത്ത്, ഈ ആധുനിക കാലത്ത് വികസനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റണ്ടേ? ഇതിനനുസരിച്ച് ഇടതുപക്ഷം മുന്നോട്ട് വരണം എന്നല്ല പറയേണ്ടത്. അതിന് പകരം പറയുന്നത് എന്താണ്? ഇടതുപക്ഷം എല്ലാം മിണ്ടാതിരുന്നു. ഇവരുടെയൊക്കെ മനസ്സിലുള്ള ഇടതുപക്ഷം ഞാൻ കണ്ടെന്നറിയോ? സമരം ചെയ്യുന്ന ഇടതുപക്ഷത്തെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തുണ്ടെങ്കിലും സമരം ചെയ്യുന്ന ഇടതുപക്ഷം, എന്തുണ്ടെങ്കിലും പിന്നെ എന്താ കർഷക സമരം, എന്താ പണ്ട് പറയുന്നു ട്രാക്ടറിനെതിരെ സമരം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പണ്ട് കാലത്ത്. അങ്ങനെ ഇന്നത്തെ കാലത്ത് ട്രാക്ടർ ഉണ്ടായിട്ട് വേണ്ടേ സമരം നടത്താൻ വേണ്ടിയിട്ട്? അങ്ങനെയാണോ? ഇന്നത്തെ കാലത്ത് ആധുനിക സംവിധാനത്തിനൊത്ത് ഇടതുപക്ഷത്തെ നെഞ്ചിൽ ചേർത്തിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ് ആധുനികതയോടൊപ്പം. അപ്പോൾ അതിനൊപ്പം മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷത്തെ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം. ആ പ്രതിപക്ഷത്തെ പടി കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചിട്ട് ഒരു തെറ്റ് പോലും ചൂണ്ടിക്കാട്ടാൻ കഴിഞ്ഞിട്ടില്ലാന്നേ. ഒരു സ്വർണ്ണക്കൊള്ളയിൽ വന്ന് മാറ്റി നിൽക്കുകയാണ്, ഒരു സ്വർണ്ണക്കൊള്ളയിൽ മാത്രം. അതാരും അന്വേഷിക്കുന്നത്? അത് ഹൈക്കോടതി അന്വേഷിക്കുകയാണ്. അവരുടെ അടുത്ത് മാത്രം വന്ന് നിൽക്കുക. വേറൊരു ആരോപണം നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും കണ്ടോ? ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഇലക്ഷൻ അല്ലേ, വേറെ ഏതിൽ ആരോപണം പറയാൻ കേട്ടോ? ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ ആരോപണം പറയാൻ കേട്ടോ? ഇതൊന്നും പറയാതെ ഇങ്ങനെ ഇടതുപക്ഷം വേണ്ടതല്ല. ഞാൻ പറഞ്ഞത് തുടർ ഭരണം വേണം. തുടർ ഭരണം ഉണ്ടെങ്കിലേ വികസന തുടർച്ചയുണ്ടാവുള്ളൂ. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ തീരാനായി അല്ലേ? അറിയില്ലേ? ഈ പറയുന്ന തിരുവനന്തപുരം മെട്രോയും കൊച്ചി മെട്രോയും ഒക്കെ വർക്ക് തുടങ്ങണമെങ്കിലും ഈ പറയുന്ന സംവിധാനങ്ങൾ പൂർത്തീകരിക്കലേ വേണം. ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ വൃത്തിയാണെങ്കിൽ വേണം. ഇവിടെ 45,000 സ്കൂളുകൾ പിന്നെ ഹൈടെക് ആക്കിയത് മാറിയത് എങ്ങനെയാണ്? ഇനി അടുത്ത ഭരണത്തിൻ്റെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ള ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുകയാണ്. പ്രതിപക്ഷം പറയുന്നതാണ്. ഇവർ വന്ന് എവിടുന്ന പൈസ ഉണ്ടാക്കി? ഇവിടെ നോട്ടടിക്കുന്ന വിഷയമെല്ലാം കൊണ്ടിരുന്നുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ പിഴിഞ്ഞിട്ട് തന്നെയായിരിക്കും, അല്ലാതെ വേറെ എവിടെയെങ്കിലും പൈസ കൊണ്ടുവരണ്ടോ? ഇവർക്ക് BJP, ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേന്ദ്രത്തിൽ BJP, എന്നാൽ കോൺഗ്രസ് വന്ന അധികാരത്തിൽ വന്നല്ലോ, കുറേ പൈസയും കൊടുത്തേക്കാന്ന് വിചാരിക്കുമോ? ഇത് എവിടുന്നാ പൈസ കൊണ്ടുവരിക? ഇവർ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഖജനാവിൽ പൈസ ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. അതിനുള്ള പുതിയ ന്യൂനതകളൊന്നും കണ്ടെത്താനില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കർണാടകയിലും, അങ്ങനെയാണ് തെലങ്കാനയിലും, അങ്ങനെയാണ് ഹിമാചൽ പ്രദേശിലും കാണണ്ടേ? ഒരേ ഒരു MLA ബംഗാളിലുണ്ടായിരുന്നു, അദ്ദേഹം കൂടെ BJPയിലൂടെ പോയി. ആയില്ലേ? ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ മകൾ BJP പോയി, രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ മകൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ മകൾ BJP പോയി, രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ മകൻ BJP പോയി. ഓരോ MLA ഓരോ ദിവസം കൂടെ BJP പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ കേരളത്തിൽ അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ കോൺഗ്രസും വേണം, ഇവിടെ BJP ഇവിടെ CPM വേണം, ഇവിടെ മുസ്ലിം ലീഗും വേണം, ഇവിടെ ഇടതുപക്ഷം വേണം, ഇവിടെ വലതുപക്ഷം വേണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം വേണം. അതല്ലേ പറയേണ്ടത്? അതാണ് മതമൈത്രി. അതാണ് പിണറായി വിജയൻ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു വർഗീയ ലഹള ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു സഭയുടെ അതിപ്രസരം ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു NSSൻ്റെ അതിപ്രസരം ഉണ്ടായിട്ടില്ല, ഇവിടെ SNDPയുടെ അതിപ്രസരം ഉണ്ടായിട്ടില്ല, ഇവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ മതമേലധ്യക്ഷന്മാർക്ക് ഭരിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണോ മുൻകാലത്തുണ്ടായിരുന്നത്? ഓരോ സമയങ്ങളിൽ ഓരോ ശൈലികളനുസരിച്ച് നല്ല ഭരണാധികാരികൾ വരുമ്പോൾ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മമതാ ബാനർജീൻ്റെ ഭരണത്തെക്കുറിച്ച് മോശം അഭിപ്രായമുണ്ടോ? അവർ BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതിനെതിരെ ആരെങ്കിലും മോശം പറയുന്നുണ്ടോ? ആ ജനങ്ങൾക്ക് വേണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്. ചില നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെ ഗ്രേസിൽ മുന്നോട്ട് പോകും. ബംഗാളിൽ അതാണ് നടക്കുന്നത്.
നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടില്ല, ജയലളിതയുള്ള കാലത്ത് അവിടെ തുടർഭരണം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് അപ്പോൾ അവിടെ CPM ന് വേണ്ടേ? ഒരു മിനിറ്റ്, ആ നേതാക്കന്മാർ ജയലളിത ഉണ്ടായിരുന്ന സമയത്ത് ജയലളിതയുടെ ഗ്രേസിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി വെസ്റ്റ് ബംഗാളിൽ BJP ആണ്. അല്ല ആയിക്കോട്ടെ, കോൺഗ്രസിൽ വളർന്നു ഒന്നുകൂടെ. അയ്യോ CPM മാത്രം ബംഗാളിൽ വളരണം, കോൺഗ്രസ് വളരണ്ട. കോൺഗ്രസ് വളരണ്ടെന്നാണ് പറയുന്നത്. അല്ല CPM-ന്റെ കാര്യം, ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്. അല്ല നിങ്ങൾക്ക് BJP CPM-ന്റെ കാര്യം പറയുന്നത്, ഞാൻ കോൺഗ്രസിന്റെ പറയുന്നത്. ബംഗാളിൽ കോൺഗ്രസ് വളരണ്ടേ, ത്രിപുരയിൽ കോൺഗ്രസ് വരണ്ടേ, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വരണ്ടേ, ഗുജറാത്തിൽ കോൺഗ്രസ് വരണ്ടേ, UP-യിൽ വളരണ്ടേ, മഹാരാഷ്ട്ര എവിടെ വളരണ്ടാത്ത? എല്ലായിടത്തും കോൺഗ്രസ് വളരണം. പണിയെടുക്കണമെന്നേ, പണിയെടുക്കണം. പ്രതിപക്ഷം പണിയെടുക്കുന്നത് നിങ്ങൾ 10 വർഷം കേരളത്തിൽ കണ്ടോ? ഏത് ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനേക്കാൾ 40 കോട്ടായിട്ട് തിരിഞ്ഞു. 2016 തുടങ്ങി 2021 വരെ ഏത് വളരെ കുറഞ്ഞ മൈനോറിറ്റി സീറ്റിൽ മാത്രം വിജയിച്ച CPM 2021 അതിനേക്കാളും കൂടി ഇരട്ടിയായിട്ട് അത് 99 സീറ്റിൽ അത് അധികാരത്തിൽ വന്നു. എന്തേ കോൺഗ്രസ് പണിയെടുത്താൽ വരില്ലായിരുന്നോ? കോൺഗ്രസ് ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഇപ്പോഴും പ്രതിപക്ഷത്തിന് പറയാൻ, ഞാൻ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ ശ്രദ്ധിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ ജാഥയിൽ പറയാനൊന്നുമില്ലാന്ന്. ജാഥയിൽ കോൺഗ്രസിനെതിരെ പറയാനൊന്നും കാണുന്നില്ല, വാർത്ത കാണുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്നും പറയുന്നില്ല. ആകെ സ്വർണ്ണക്കൊള്ള പറഞ്ഞോണ്ടിരിക്കുക. രാവിലെ പത്രസമ്മേളനം നടക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള, ഉച്ചയ്ക്ക് പത്രസമ്മേളനം സ്വർണ്ണക്കൊള്ള, വൈകുന്നേരം പത്രസമ്മേളനം നമുക്ക് സ്വർണ്ണക്കൊള്ള. വേറെ അഴിമതി ആരോപണങ്ങൾ പറയട്ടെ, അഴിമതി ആരോപണങ്ങൾ പറയണ്ടേ. 10 വർഷം ഏകദേശം 44 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ. ഈ 44 മന്ത്രിമാർക്കെതിരെ ഒരാൾക്കെതിരെ ആരോപണം പറയണ്ടേ? ഇതുവരെ പറയാൻ കഴിയുന്നില്ല. വികസനത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഈ കേന്ദ്രത്തിനെതിരെ എത്ര സമരം നടത്തി കോൺഗ്രസ് കേരളത്തിൽ? മനസ്സിലായോ? കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എത്ര സമരം നടത്തി? വർഗീയതയ്ക്കെതിരെ എത്ര സമരം നടത്തി കേരളത്തിൽ? ഈ പറയുന്ന ഗവർണറുടെ വീട്ടിലേക്ക് എത്ര സമരം നടത്തി കോൺഗ്രസ്? നടത്തിയോ? ഇതോ ഒക്കെ പറയുമ്പോൾ എന്താണ് ശരിയോ? അപ്പോൾ പറയുമ്പോൾ കേരളം ബംഗാളിൽ കോൺഗ്രസ് പിന്നെ CPM ഭരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊരു വേറെ ലെഗസിയിൽ വന്ന മാറ്റമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മാറിയിട്ടുള്ളത്. അന്ന് കോൺഗ്രസ് താഴെ പോയിട്ടുണ്ട്. 60 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് 0ലേക്ക് വന്നു. ഇപ്പോൾ ഒരു സീറ്റ് പോലും എടുക്കാൻ പറ്റിയില്ല. ഒരു സീറ്റാണ് ആകെ ജയിച്ചു വന്നത്. ആ സീറ്റും കൂടെ BJP-യിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പം തുടർഭരണം വേണം എന്നുള്ളതാണ്. കേരളത്തിൽ തുടർഭരണം ഈ വികസനം ഉണ്ടാവും. IT പാർക്കുകൾ വികസിക്കുന്നുണ്ട്. എന്തൊക്കെ വികസനങ്ങളാണ് കേരളത്തിൽ കാണുന്നത്? 44,000 കിലോമീറ്ററാണ് കേരളത്തിൽ പുതിയ റോഡുകൾ വന്നത്. 44,000 കിലോമീറ്റർ. അതുവരെ കിഫ്ബിയുടെ നേതൃത്വത്തിലാണ്. കിഫ്ബി പോലെ ഒരു പദ്ധതി ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? ഇന്ത്യയിൽ 1 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സർക്കാരിന് വേണ്ടി പറഞ്ഞ ഒരു മിനിറ്റ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം, തുടർഭരണം ആപത്തോ എന്ന ചോദ്യത്തിൽ തുടർഭരണം പാടില്ല എന്ന വാചകം അത് ആ രൂപത്തിൽ പറഞ്ഞതിനെ മാത്രമാണ് ഞാൻ വിമർശിച്ചത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞില്ല. ഇവിടെ മാത്രമല്ല സ്മൃതിയുടെ അഭിപ്രായത്തിൽ UDF-ന്റെ കാലത്തായിരുന്നു സ്വർഗം. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട ഭരണവുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങളുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എപ്പോഴും ഇവിടെ സ്വർഗരാജ്യത്താണ് ഇപ്പോൾ സർക്കാരിനേക്കാൾ മികച്ച സർക്കാരായിരിക്കും വരാൻ പോകുന്നത് കരുതി ഒരു വോട്ട് കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പിന്നെ ഏത് സർക്കാരിനെ, ഒരു കോൺഗ്രസ് സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. 10 കൊല്ലം കൊണ്ടാണ് കേരളം ഉണ്ടായതെന്ന് അങ്ങേക്ക് പറയാം, പക്ഷേ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമുണ്ട് സ്മൃതിയുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷത്തെ 1ാം പിണറായി സർക്കാരിൻ്റെയോ 2ാം പിണറായി സർക്കാരിൻ്റെയോ ഭരണത്തോട് കിടപിടിക്കാവുന്ന ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ കാലം പറയൂ. നിങ്ങൾ ഈ കാലം മാറുന്നതിനനുസരിച്ച് അതായത് ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന പൊതുവെ ലോകത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു മിനിറ്റ്, UP ആയിട്ട് കമ്പാരിസൺ വേണ്ട. അത് ഉടനെ UP-യിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ UP-യിലെ മുഖ്യമന്ത്രി ക്ഷണിച്ചാൽ മതി പല കാര്യങ്ങൾക്കും. UP മുഖ്യമന്ത്രി ക്ഷണിച്ചാൽ മതി. കർണാടകയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരളത്തിൽ എത്ര വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നത്, എത്ര ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യുന്നത്. ഒറ്റ മിനിറ്റ്, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടും ദിവസവും നമുക്ക് മെഡിക്കൽ കോളേജിലെ വീഴ്ചയും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് അവർ സമരത്തിലേക്ക് പോകുന്ന അടക്കമുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും ഇതാ സ്വർഗത്തിലാണ്. അടുത്ത കെട്ടിടം ഇതാ ഉദ്ഘാടനം ചെയ്തു. ഭരണം അവസാനിക്കാൻ 3 മാസം നമ്മൾ അടുത്ത കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. എനിക്കിത് പറഞ്ഞു പറ്റും. ഇപ്പോ സ്മൃതി പറഞ്ഞ കർണാടകയിലെ കാര്യമുണ്ടല്ലോ. കർണാടകയിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ കുറിച്ച്? കേരളം ആരോഗ്യ മേഖലയിൽ മാതൃകയാണ് എന്ന്. അല്ല സാർ, ഇതൊന്ന് കേട്ടോ. ഒറ്റ മിനിറ്റ്. എന്താണിത്? കേട്ടാന്നേ.
ആയിക്കോട്ടെ. ആ 10 എന്ന് വെച്ചാ 10 വർഷം കൊണ്ട് ഉണ്ടായിന്നാണോ പറഞ്ഞേ? 10 വർഷം കൊണ്ട് ഉണ്ടായിന്നാണ് അദ്ദേഹം പറഞ്ഞേ? ആണോ, അങ്ങനെയാണോ പറഞ്ഞേ? അത് നിങ്ങൾ അങ്ങനെ വായിച്ചു. ദ ഷൈനിങ് എക്സാമ്പിൾ ഹോൾ ഓഫ് ദ ഇന്ത്യ ഇൻ കേരള So what? So what? അതാണ് എന്ന് വെച്ചാ 10 വർഷം കൊണ്ട് ഉണ്ടായിന്നാണോ? പിന്നെ കേരളം പുതിയ മാതൃകയുടെ 10 വർഷം കൊണ്ടാണ് കേരളം ഉണ്ടായത്. കോൺഗ്രസിന്റെ മന്ത്രി കേരളത്തിൽ ശരി, 10 വർഷത്തെ കേരളത്തിൽ നിങ്ങൾ ഇന്ന് സംസാരിക്കൂ. നമുക്ക് ഞാൻ ഇതല്ല സംസാരിക്കുന്നത്. ഞാനില്ല, ഞാൻ ഇറങ്ങാം. ഇൻഡെക്സും ആരോഗ്യ മേഖലയിലെ ഇൻഡെക്സും കൂടി ഒന്ന് ചർച്ച ചെയ്യാം, കമ്പാരിസൺ ചെയ്യാം, ഡ്രോപ്പ് ഔട്ട് റേറ്റ് ചർച്ച ചെയ്യാം, സ്കൂളിലെ പുസ്തകം കൊടുത്തത് ചർച്ച ചെയ്യാം, ക്ലാസ് മുറികൾ സ്മാർട്ട് ടെക് ആയതും ഹൈടെക് ആയതും ചർച്ച അങ്ങ് ചെയ്യാം. പറഞ്ഞല്ലോ കുറച്ചേറെ ബോറടിക്കുന്നു. നമുക്ക് നിർത്താം. ബോറടിക്കും, അതാണ് പ്രശ്നം. കണക്കുകൾ വരുമ്പോൾ ബോറടിക്കും. അതെ. ബോറടിക്കാത്ത വിഷയം എന്താ? സ്വർണ്ണക്കൊള്ള CPM പത്മകുമാർ, സ്വർണ്ണക്കൊള്ള CPM കുഞ്ഞികൃഷ്ണൻ. പത്മകുമാർ, അടൂർ പ്രകാശും ആന്റോ ആന്റണി മിണ്ടൂല, കുഞ്ഞികൃഷ്ണൻ. പിന്നെ ഇടയ്ക്ക് കുഞ്ഞികൃഷ്ണൻ.